ഹായ് ഫ്രണ്ട്സ്, നെന്മാറ വേലയ്ക്കിടയിൽ ഒരു നാറി വേല കാണാൻ വന്ന ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു നട്ടലുള്ള പോലീസുകാരൻ ലാത്തി വീശിയ ആ മനോഹരമായ രംഗം നമുക്കൊന്ന് കാണാം. കാവശ്ശേരി വേലയും നെന്മാറ വേലയും കഴിഞ്ഞു. കാവശ്ശേരിയുടെ വെടിക്കെട്ടാണോ നെന്മാറയുടെ വെടിക്കെട്ടാണോ ഗംഭീരമായത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താതെ സോഷ്യൽ മീഡിയകളിൽ പൂരപ്രേമികൾ കൺഫ്യൂഷൻ തന്നെയാണ്. പക്ഷെ GPS മീഡിയയ്ക്ക് യാതൊരുവിധ സംശയവുമില്ല. ഗംഭീര വെടിക്കെട്ട് നെന്മാറ വേലക്കിടയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആ നാറിയെ പോലീസും അച്ഛനും മകളും ചേർന്ന് അവന്റെ ശരീരത്തിൽ പെരുക്കിയ അടിയുടെ വെടിക്കെട്ട് മരണം വരെ അവൻ മറക്കില്ല. അമ്മാതിരി അടിയുടെ പൂരമാണ് അവനെ കിട്ടിയത്. അവന്റെ ഗർഭം കലങ്ങിക്കാണും തീർച്ച. അവിടെ വേല നടന്നു, പക്ഷെ ആ ജനത്തിരക്കിനിടയിൽ അവന്റെ വേല നടന്നില്ല. ഇനി അവൻ ഒരു പൂരവും കാണാൻ പോകില്ല. പോയാലും പെൺകുട്ടികളുടെ നേരെ പിടിക്കാൻ അവന്റെ കൈ ഒരിക്കലും പൊങ്ങത്തില്ല. കുഴിബോംബും മിന്നലും അവന്റെ കണ്ണിലൂടെ പൊന്നീച്ച പറന്നു കാണും. പെൺകുട്ടികളുടെ നേരെ അതിക്രമമായി ചെല്ലുന്ന ഓരോ നായിന്റെ മക്കൾക്കും ഉള്ള മരുന്നും മന്ത്രവും ഇതുതന്നെയാണ്. ഒരു വേലയുടെ പുരുഷാരത്തിന് നടുവിൽ അതിന്റെ മറവിൽ പെൺകുട്ടികൾ ഉപദ്രവിക്കുകയും പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിലേക്ക് മറയുകയും ചെയ്യുന്ന പൂമാലന്മാരുടെ പീഡകന്മാരുടെ തന്ത്രത്തിന് ഇവിടെ വിലങ്ങിട്ട നെഞ്ചു വിരിച്ചു നിന്ന പോലീസുകാർക്കിടയിൽ നിന്ന് റഷീദ് എന്ന ചെറുപ്പക്കാരനായ പോലീസുകാരൻ ആ വൃത്തികെട്ടവനുള്ള ശിക്ഷ അവിടെ വെച്ച് തന്നെ നടപ്പാക്കുമ്പോൾ അവളുടെ അച്ഛനും കൂടി ആ നാറിയെ നേരിട്ടു. അച്ഛനും മകളും അവരുടെ പ്രതികാരം അവിടെ വെച്ച് തന്നെ നല്ല അടിയിലൂടെ നടപ്പാക്കി. ആ മനോഹര കാഴ്ച കണ്ട GPS മീഡിയയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഗൂസ് ബംസ് ഉണ്ടായി, രോമാഞ്ചം ഉണ്ടായി. ഒരച്ഛൻ എങ്ങനെയാവണമെന്നും നല്ല തന്തയ്ക്ക് ജനിച്ച മകൾ എങ്ങനെയാകണമെന്നും ആ വേല തിരക്കിനിടയിലും ആ അച്ഛനും മകളും നമുക്ക് മാതൃകാപരമായി കാണിച്ചു തന്നു. പിന്നെ റഷീദ് സാർ നിയമത്തിന്റെ ഭാഗത്തു നിന്നും ലാത്തിയുടെ ചൂടും അവൻ ഒരിക്കലും മറക്കാൻ ഇടയില്ലാത്ത വിധം അദ്ദേഹം കാണിച്ചു കൊടുത്തു. പാടത്ത് പണി വരമ്പത്ത് കൂലി, ആ പഴഞ്ചൊല്ല് അവിടെ തന്നെ അന്വർത്ഥമായി. റഷീദ് സാർ നീതി നടപ്പിലാക്കി. പൂരവും വേലയും ആണുങ്ങളുടെ മാത്രമല്ല പെണ്ണുങ്ങൾക്ക് കാണാൻ അവസരം ഉണ്ടാകണം. പുരുഷാരത്തിനിടയിൽ പെണ്ണുങ്ങളെ കാണുമ്പോൾ വികാരം കൊള്ളുന്ന ചേട്ടന്മാർക്ക് നല്ല ചൂരൽ കഷായം നട്ടലിന്റെ മേലെ കിട്ടുമ്പോൾ ശമിച്ചോളും. ആ നാറിക്ക് നല്ല ഭാഗ്യമുണ്ട്. എന്തുകൊണ്ട് ജനം അവനെ തൊട്ടില്ല? സാധാരണ ആരെങ്കിലും തല്ലുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന മറ്റുള്ളവർ കാര്യമൊന്നും അറിയാതെ, കാര്യമൊന്നും അന്വേഷിക്കാതെ, ആലോചിക്കാതെ സാധാരണ തല്ലാറുള്ളതാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ട് ഇത്തരം ഒരു കാര്യം ഇവിടെ നടന്നില്ല? നടന്നിരുന്നുവെങ്കിൽ അവന്റെ പുലകുളി അടിയന്തരം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും. നെന്മാറ വല്ലങ്ങി വെടിക്കെട്ടിനേക്കാൾ അച്ഛനും മകളും റഷീദ് സാറും അവിടെ നടത്തിയ വെടിക്കെട്ടിന്റെ വർണ്ണവിസ്മയം ഇപ്പോൾ സകല സോഷ്യൽ മീഡിയകളിലും വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്നു. അടിയുടെ ചൂടും കഴിഞ്ഞ ശേഷം ഈ തല്ലുകൊണ്ട പീഡനവീരൻ പതിയെ ഈ വീഡിയോ ഒന്നുകൂടി ആസ്വദിച്ച് കാണും. അപ്പോൾ അവന്റെ നാട്ടിലുള്ളവർ അവനെ പതിയെ തിരിച്ചറിയും. പിന്നെ ശരീരവേദന ഇല്ലാതാവും. മനസ്സിന്റെ വേദന അവിടെ നിന്നും ആരംഭിക്കും. മാനസികമായ ഈ വേദനയാണ്, അല്ലെങ്കിൽ ഈ അപമാനമാണ് അതിനുള്ള ശരിയായ ശിക്ഷ. അതുകൊണ്ടാണ് കാരണവന്മാർ പറയുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ മരം പെയ്യുമെന്ന്. എല്ലാവർക്കും മാതൃകാപരമായി ഈ വിഷയം നേരിട്ട ആ അച്ഛനും മകൾക്കും സർവോപരി നിയമത്തിന്റെ പരിരക്ഷ അവർക്ക് നൽകിയ പുലിക്കുട്ടി റഷീദ് സാറിനും GPS മീഡിയയുടെ ഹൃദയത്തിൽ നിന്നും 1000 സെല്യൂട്ടുകൾ നൽകുന്നു.